അടുത്തിടെ കേരളത്തിലെ കോൺഗ്രസിന് ആകെ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ് കോഴിക്കോട് DCC ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നടന്നത്. കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് നിൽക്കുന്ന നേതാക്കന്മാർ ഉദ്ഘാടന ചടങ്ങിന്റെ മുൻപന്തിയിൽ ഇടം പിടിക്കാൻ പരസ്പരം മത്സരിച്ച കാഴ്ച ചാനലുകളിലൂടെ ഈ ലോകം മുഴുവൻ കണ്ടതാണ്. ആഴ്ച ഒന്ന് പിന്നിട്ടിട്ടും ഇന്നും ട്രോളുകളിലൂടെയും ആക്ഷേപഹാസ്യ പരിപാടികളിലൂടെയും ഈ രംഗങ്ങൾ പലകുറി ചാനലുകൾ സമൂഹ മാധ്യമങ്ങളിലും ആഘോഷിക്കുകയാണ്. KC വേണുഗോപാലായിരുന്നു DCC ഓഫീസിന്റെ ഉദ്ഘാടനം. നേതാക്കന്മാരുടെ ഉന്തിനും തള്ളിനുമിടയിൽ വേണുഗോപാൽ പോലും അസ്വസ്ഥനാകുന്നത് കാണാമായിരുന്നു. എന്തായാലും മുൻനിരയിൽ ഇടം പിടിക്കാനുള്ള നേതാക്കന്മാരുടെ കൂട്ട ഇടിയെ പരിഹസിച്ചും വിമർശിച്ചും രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണം. നേതാക്കന്മാരുടെ മുഖം കാണിക്കേണ്ടത് ഇതുപോലുള്ള പരിപാടിയുടെ മുന്നിൽ ഇടിച്ചു കയറിയല്ലെന്ന് വീക്ഷണത്തിലെ മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത പ്രവൃത്തിയിലൂടെ പ്രസ്ഥാനത്തിന്റെ വില കളയരുത് എന്നും വീക്ഷണം നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. മുഖപ്രസംഗത്തിന്റെ തലക്കെട്ടും മറ്റൊന്നുമല്ല, ഇടിച്ചു കയറിയല്ല മുഖം കാണിക്കേണ്ടത്. അതാണ് ലേഖനത്തിന്റെ തലക്കെട്ടായി നൽകിയത്. കോൺഗ്രസ് പാർട്ടിയിൽ ഇടിച്ചു കയറിയാൽ മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന തരം പൊതുപ്രവർത്തന അലിഖിത ചട്ടം നിലവിൽ വരുന്നതിന് വളരെ മുമ്പ് വൻ ജനബാഹുല്യം അണിചേർന്ന പല സമരമുഖങ്ങളിലും തികഞ്ഞ അച്ചടക്കവും സ്വയം നിയന്ത്രണവും കാണിക്കാൻ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു എന്നത് മറന്നു പോകരുത് എന്നും നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ജനക്കൂട്ട പാർട്ടി എന്നത് ജനാധിപത്യപരമായ വിശാലതയാണ്, മറിച്ച് കുത്തഴിഞ്ഞ അവസ്ഥ ആകരുത് എന്നും വീക്ഷണം കോൺഗ്രസ് നേതാക്കളോട് പറയുന്നുണ്ട്. പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഒരു പ്രോട്ടോകോൾ ആവശ്യമാണ് എന്നാണ് വീക്ഷണം മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം. നേരത്തെ തന്നെ ഇത്തരത്തിൽ ഒരു പ്രോട്ടോകോൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാമെന്നായിരുന്നു നിരാശയും പത്രം മറച്ചുവെക്കുന്നില്ല. ഇനിയുള്ള പൊതുപരിപാടികളിലെങ്കിലും കൃത്യമായ മാതൃക കാണിക്കേണ്ടത് ബൂത്ത് മുതൽ KPCC വരെയുള്ള ഭാരവാഹികളാണ് എന്നുകൂടി മുഖപ്രസംഗം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചില കുറിക്കുകൊള്ളുന്ന ഓർമ്മപ്പെടുത്തലും മുഖപ്രസംഗത്തിൽ ഭംഗിയായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ ചിലത് മാത്രം ഒന്ന് പരാമർശിച്ചു പോകാം. കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത പ്രവൃത്തികൾ ചിലപ്പോഴെങ്കിലും നമ്മളിൽ ചിലരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഏതു മഹത്തായ പരിപാടിയെയും മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസ്യമാക്കുന്ന തരത്തിൽ അതിലേക്ക് ഇടിച്ചു കയറാൻ മത്സരിക്കുന്നവർ സ്വന്തം നിലമറന്ന് പെരുമാറുന്നു. സമൂഹ മാധ്യമത്തിൽ പ്രസ്ഥാനത്തെ പരിഹാസ്യമാക്കി മാറ്റുന്ന ഇത്തരം ഏർപ്പാട് ഇനിയെങ്കിലും മതിയാക്കണം. മറ്റൊരു പ്രസ്ഥാനത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത പലതും പൈതൃകമായുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ യശസ്സിനെ ഇടിച്ചു കയറിയും പിടിച്ചു തള്ളിയും അപകീർത്തിപ്പെടുത്തരുത്. ഇങ്ങനെ പോകുന്നു മുഖപ്രസംഗത്തിലെ ഓർമ്മപ്പെടുത്തൽ. CPM അടക്കമുള്ള പാർട്ടികൾ അവരുടെ സൈബർ പടയാളികളെ കൊണ്ട് ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് കോൺഗ്രസിന് പരമാവധി കരിവാരി തേക്കുന്നുണ്ട്. അതിനുള്ള ഇടവരുത്തിയ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഈ മുഖപ്രസംഗം ഉറപ്പായും വായിക്കുകയും തെറ്റാവർത്തിക്കാതിരിക്കാനുള്ള ശ്രദ്ധ ചെലുത്തുകയും വേണം എന്നാണ് പറയാനുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാൻ പോലുള്ള ഐക്യം പാർട്ടിക്കുള്ളിൽ ഇല്ല എന്ന സത്യം മാലോകരെ അറിയിക്കാൻ ഇനിയും അവസരമൊരുക്കരുത് എന്നും നേതാക്കന്മാരെ ഈ മുഖപ്രസംഗം ഓർമ്മിപ്പിക്കുന്നുണ്ട്.